ഗൈസ്, സജന ഹക്കിം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂന്തൽ കറി, ഇന്നത്തെ സ്പെഷ്യലായ നമ്മുടെ കൂന്തൽ കറി എത്ര ഉണ്ടാക്കിയാലും ഉടനെ തന്നെ പാത്രം കാലിയാവും. അത്രയും ടേസ്റ്റാണ് ഈ കൂന്തൽ കറി കേട്ടോ. കഴിച്ച് തന്നെ അറിയണം നമ്മുടെ ഈ കൂന്തൽ കറിയുടെ രുചി കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ കൂന്തൽ കറി കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റിൽ കൂന്തൽ കറി നമുക്ക് റെഡിയാക്കിയെടുത്ത് നോക്കിയാലേ കൂട്ടുകാരെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും ടേസ്റ്റാണ് ഈ കൂന്തൽ കറി കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്കിപ്പ് ചെയ്യാതെ കണ്ട ശേഷം ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് അടിച്ചിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കടായി വെച്ചെടുത്തത് വെളിച്ചെണ്ണ പാകത്തിന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള സബോള അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കി വെച്ചോളേ. കടുകെല്ലാം പൊട്ടിയ ശേഷം നമുക്ക് സബോള കുട്ടനെ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സബോള. അപ്പോൾ നമുക്കതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലതുപോലെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ലൈറ്റ് ഒരു ബ്രൗൺ ആവുന്നവരെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. സബോള നല്ലതുപോലെ വേവണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പേരിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് സെറ്റാക്കിയ ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റ് കേട്ടോ അങ്ങനെ പാകത്തിന് ചേർത്ത് കൊടുത്ത് ഇഞ്ചി പേസ്റ്റിൻ്റെയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമണം മാറുന്നൊരു ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ 30 സെക്കൻഡോളം നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് സെറ്റാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് കുരുമുളക് പൊടി 4 ടീസ്പൂൺ, പെരിഞ്ചീരകം 2 ടീസ്പൂൺ, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുളക് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പാകത്തിന്, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി പാകത്തിന്, കറുമസാലപ്പൊടി പാകത്തിന്. എന്നിട്ട് നല്ല രീതിയിൽ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വയറ്റെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. തീ കുറച്ച് വെക്കണേ. ഈ സമയം എപ്പോഴും തീ കുറച്ച് വെക്കണം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അതിൻ്റെ പേരിലാണ് 30 സെക്കൻഡോളം നല്ലതുപോലെ അങ്ങോട്ട് പച്ചമണം മാറുന്നതൊരു ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വയറ്റെടുത്ത് സെറ്റാക്കി വെച്ച ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിക്കുട്ടന് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള തക്കാളി കട്ട് ചെയ്ത് അങ്ങോട്ട് റെഡിയാക്കി വെച്ചോളേ. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു ചേരണം. എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വരണം. അതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് വയറ്റിക്കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ കൂന്തൽ കറിക്ക്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് ഉടഞ്ഞങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് സെറ്റായി വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അടിപൊളി ടേസ്റ്റിലാണ് ഞാൻ കൂന്തൽ കറി അങ്ങോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പോളം നല്ല ചൂടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കടുത്തതായി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൂന്തൽ നല്ല രീതിയിലൊന്ന് തിളച്ചങ്ങ് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കൂന്തൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ പോകുന്നത്. കൂന്തൽ ചേർത്ത് കൊടുത്തങ്ങായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടോ? അങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റായി. ഇനി നമുക്കതിലേക്ക് ചെറുനാരങ്ങ നീരിട്ടോ. ഒരു ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട്
മിക്സാക്കി നല്ലതുപോലെ ഒരു തിക്കായ അടിപൊളി ഗ്രേവി കേട്ടോ ഞാൻ ഗ്രേവിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെന്താ സെറ്റായി വന്നപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ചാറി കൊടുത്തിട്ടുണ്ട്. അങ്ങനെന്താ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നല്ല തിക്കിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം മേഡ് ചെയ്ത് കൊടുക്കട്ടോ, ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റേറിയ, എൻ്റെ പൊന്നോ എന്താ ടേസ്റ്റ് എന്നറിയോ ഈ കൂന്തൽ കറിക്ക് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ. അടുത്ത വീഡിയോയുമായി വരാം കേട്ടോ. ബൈ.